ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സ്വന്തം മുന്നണിയോട് PV അൻവർ MLA നടത്തിയ യുദ്ധപ്രഖ്യാപനമായിരുന്നു ഈ വാർത്താ പകലിലെ ഇടിമുഴക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചും പരിഹസിച്ചും കടന്നാക്രമിച്ചും PV അൻവറിന്റെ 2 മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനം. കത്തിജ്വലിച്ച സൂര്യനായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ കെട്ടുപോയെന്നും 100-ൽ നിന്ന് ഗ്രാഫ് 0-ലേക്ക് താഴ്ന്നെന്നും കടുത്ത പരാമർശം. ഇങ്ങനെയാണെങ്കിൽ പിണറായി കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി രേഖപ്പെടുത്തുമെന്ന് തുറന്നടിക്കൽ. PA മുഹമ്മദ് റിയാസിന് വേണ്ടി പാർട്ടി സംവിധാനം മുഴുവൻ തകർക്കുകയാണെന്നും PV അൻവർ ആഞ്ഞടിച്ചു. എതിരാളികളോ പ്രതിപക്ഷമോ ഉന്നയിക്കാത്ത വിമർശനങ്ങൾ തൊടുത്ത PV അൻവർ മുന്നണിയെയും സർക്കാരിനെയും സമാനതകളില്ലാത്ത പ്രതിരോധത്തിലാക്കുകയാണ്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത ലീഡ് സ്റ്റോറി. ഇതുവരെ മുഖ്യമന്ത്രിയെയും പാർട്ടിയും വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നവരിൽ ഒന്നാമത്തെ ആളായിരുന്നു PV അൻവർ. ഈ അടുത്ത കാലം വരെ പിണറായിയുടെ അടുപ്പക്കാരനായിരുന്ന PV അൻവർ ഇപ്പോൾ എത്ര അകലത്തിലാണെന്ന് പറയും അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിണറായിയെ പുകഴ്ത്തിയും പ്രതിരോധിച്ചുമുള്ള വാക്കുകൾ PV അൻവർ പിൻവലിക്കുകയാണ്. കത്തിജ്വലിച്ചിരുന്ന സൂര്യൻ കെട്ടുപോയെന്ന അൻവർ. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്. 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തിലെ അൻവറിന്റെ വിമർശനങ്ങളിൽ പലതും മുഖ്യമന്ത്രി നിസ്സഹായനാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു. മുഖ്യമന്ത്രിയെ PV അൻവർ വിശേഷിപ്പിച്ചത് ADGP MR അജിത് കുമാർ എഴുതിയ കഥയും തിരക്കഥയും വായിക്കുന്നയാളെന്നാണ്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അദ്ദേഹമാണ് CM ഈ കഥയും സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. PA മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് PV അൻവറിന്റെ മറ്റൊരു കടുത്ത വിമർശനം. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നുകൊണ്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തേ പാർട്ടിക്ക് ഇത് ഇടപെടാൻ കഴിയാത്തത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകും പിണറായി വിജയനെന്നും PV അൻവർ. എതിരാളികൾ പോലും ഇതുവരെ ഉന്നയിക്കാത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായാണ് PV അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. 24 മലപ്പുറം. മലപ്പുറത്തെ പോലീസിനെതിരെ തുടങ്ങിവെച്ച പോര് മുഖ്യമന്ത്രിയെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നതിൽ എത്തിയതോടെ PV അൻവർ LDF വിടുമെന്ന് ഉറപ്പായി. എന്നാൽ CPIM ആവശ്യപ്പെട്ടാൽ പോലും MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് അൻവർ വ്യക്തമാക്കി. PV അൻവർ ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി എന്നാണ് CPMന്റെ മറുപടി. PV അൻവർ CPIM അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടി തലത്തിൽ നടപടിക്ക് സാധ്യതയില്ല. പാർലമെന്ററി പാർട്ടി അംഗമായതുകൊണ്ട് ആ വഴിക്ക് തിരുത്താമെന്നായിരുന്നു CPIM നിലപാട്. എന്നാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചതിലൂടെ ഒരു ചട്ടക്കൂടിലും ഒതുങ്ങില്ല എന്ന് വ്യക്തമാക്കുകയാണ് PV അൻവർ. 10 മിനിറ്റിനകലെ പാർലമെന്ററി യോഗം നടന്നിട്ടില്ല. ആര്? ഞാനോ? ഞാൻ പങ്കെടുക്കില്ല. ഞാനെന്തിനാ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. മൗനത്തിനും അഭ്യർത്ഥനയ്ക്കും ശാസനയ്ക്കും ഫലമില്ല എന്നായതോടെ PV അൻവറിനെ പൂർണ്ണമായി തള്ളുകയാണ് CPIM. അൻവർ പാർട്ടി വിരുദ്ധ നിലപാട് ആവർത്തിക്കുന്നുവെന്നും പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് MLA പറഞ്ഞതെന്നും MV ഗോവിന്ദൻ. പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അൻവർ ശത്രുക്കളുടെ കയ്യിലായെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേയറ്റ തെറ്റാണ്. PV അൻവറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബിയും A വിജയരാഘവനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. സ്വർണ്ണക്കള്ളക്കടത്തിലെ പോലീസിന്റെ പങ്ക് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് PV അൻവർ MLA. പോലീസിനെതിരെ കാരിയർമാരുടെ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വെല്ലുവിളി. വിഷയം ചൂണ്ടിക്കാണിച്ച് തന്നെ കുറ്റവാളിയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും PV അൻവർ തുറന്നടിച്ചു.
കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെതിരെ പോലീസിന്റെ നടപടി മാതൃകാപരമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി PV അൻവറിനെ സംശയത്തിന്റെ നിഴലിലാക്കും വിധമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് PV അൻവറിനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ PV അൻവറാണോ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? അത് നിങ്ങൾ പറ, ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പിടികൂടുന്ന സ്വർണത്തിലെ ഒരു പങ്ക് പോലീസ് മുക്കുന്നുവെന്ന ആരോപണം PV അൻവർ ആരോപിച്ചു. തെളിവായി കാരിയർമാരുടെ വെളിപ്പെടുത്തലടങ്ങുന്ന 2 വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഈ പറഞ്ഞ 220 ഗ്രാം 900 ഗ്രാം സ്വർണം പിടികൂടിയതിൽ ഒരു രേഖയുമില്ലെന്നും മറ്റൊരു കേസിൽ 374 ഗ്രാം സ്വർണം പോലീസ് അടിച്ചുമാറ്റിയെന്നും PV അൻവർ ആരോപിച്ചു. സ്വർണ്ണക്കടത്തുകാരുടെ മൊഴിയെടുക്കാൻ DIGയോട് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും PV അൻവർ ആരോപിച്ചു. പരാതികൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ 188 കേസുകൾ ഹൈക്കോടതി ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ADGP MR അജിത്കുമാറിനും SP സുജിത്ദാസിനും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് PV അൻവർ ആവർത്തിച്ചു. അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസുകാർ ഇത് കാണുന്നുണ്ട്. കണ്ട അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത്ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം ഇവിടെ എടുത്താൽ അതിന്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട്. പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. സമീർ ബിൻ കരീം, 24, മലപ്പുറം. അതേസമയം അൻവറിന്റെ ആരോപണങ്ങളോട് മുഖ്യമന്ത്രിയും മന്ത്രി PM മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പരിപാടിയിലല്ലേ കഴിഞ്ഞിട്ട് അതിഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെയും താങ്കൾക്കെതിരെയാണ് ഗുരുതരമായ. ഇപ്പൊ ടൂറിസം കേരള ട്രാവൽ മാർട്ടിന് വന്നത് മുഖ്യമന്ത്രിക്കെതിരെയും താങ്കൾക്കെതിരെ മുഖ്യമന്ത്രി താങ്കളെ സംരക്ഷിക്കുന്നു, അതിനുവേണ്ടി പാർട്ടി ഉപയോഗിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. PV അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ CPIM പാർട്ടി MLA എന്ന പരിഗണന ഇനിയുണ്ടാകില്ല. ആരോപണങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ മറുപടി നൽകും. അതേസമയം അൻവറിനെ ഇപ്പോൾ ക്ഷണിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് UDF. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്താണ് CPMന്റെ അടുത്ത നീക്കം? ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഏത് തരത്തിലായിരിക്കും പാർട്ടി പ്രതിരോധിക്കുക? MV ഗോവിന്ദൻ നാളെ മാധ്യമങ്ങളെ കാണാം, വിശദമായി സംസാരിക്കാമെന്ന് ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എങ്ങനെയായിരിക്കും അൻവറിന്റെ നീക്കങ്ങളെ ഇനി നേരിടുന്നത്, ചെറുക്കുന്നത്? വിജയകുമാർ, CPIMന്റെ ചരിത്രത്തിൽ സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഇടതു പാളയത്തു നിന്ന് തന്നെ ഉണ്ടായത്. നേരത്തെ തന്നെ മുന്നണി മാറ്റങ്ങളൊക്കെ പല ഘടകകക്ഷികൾ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ CPIM സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരു MLA ഇത്രയും മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിക്കെതിരെ തുറന്നടിക്കുന്നത് ഇതാദ്യമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് മഞ്ഞളാംകുഴി അലിയുടെ മാറ്റം, അതുപോലെ അങ്ങനെ നിരവധി മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെ വീരേന്ദ്രകുമാർ ഇടതു മുന്നണി വിട്ട് UDFലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൃത്യമായി മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മാത്രവുമല്ല, ഇന്നാണ് യഥാർത്ഥത്തിൽ അൻവർ ലക്ഷ്യത്തിലെത്തിയത്. ഇത്രയും നാൾ മാർഗങ്ങളായിരുന്നു എന്നുള്ളതാണ് അജിത് കുമാറിനെതിരായ ആരോപണവും പി ശശിക്കെതിരായ ആരോപണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണവും എല്ലാം കഴിഞ്ഞിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടുന്നം വയ്ക്കുന്നു. മുഖ്യമന്ത്രി അസ്തമിച്ച സൂര്യനാണ്, അല്ലെ കെട്ടുപോയ സൂര്യനാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കാകുന്നു. അതിന് ഇടതുമുന്നണി കൺവീനറുടെ മറുപടി തിളങ്ങുന്ന സൂര്യനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ വളരെ രൂക്ഷമാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും തന്നെ CPIM-ൻ്റെ ചരിത്രത്തിലോ ഇടതുമുന്നണിയുടെ ചരിത്രത്തിലോ നേരിടേണ്ടി വരാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതും പിണറായി വിജയനൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടി ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPIM ഇതിനെ അതീവ ഗൗരവമായി തന്നെ നേരിടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പാർട്ടി ഏത് തലത്തിലാണ് അതിനെ പ്രതികരിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും പ്രതികരണത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന കാര്യത്തിൽ ഇതിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ അൻവറിൻ്റെ കടന്നാക്രമണങ്ങൾക്കെതിരായ കൃത്യമായ മറുപടി തന്നെയായിരിക്കും. കാരണം ഇന്ന് വിശദമായ ഒന്നും തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല. പക്ഷേ അൻവർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ആക്രമണത്തിൻ്റെ ഒടുവിലത്തെ ഒരു മൂർത്തമായ രൂപത്തിലേക്കാണ് ഇന്നത്തെ 2 മണിക്കൂർ വാർത്താ സമ്മേളനം എത്തിയത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കരുതലോടെ ആയിരിക്കും CPIM-ൻ്റെ പ്രതിരോധവും ഒപ്പം അൻവറിനെതിരായ ആക്രമണവും എന്നുള്ളത് ഉറപ്പാണ്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. നാളെ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഒരു 2-2.5 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഭരണ മുന്നണിയിൽപ്പെട്ട ഒരു MLA, അത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടില്ല. സമാനതകളില്ലാത്ത വാർത്താ സമ്മേളനമാണ്, ആരോപണങ്ങളാണ് അതിലുയർന്നത്. അതിന് മറുപടി നാളെ CPM സംസ്ഥാന സെക്രട്ടറി പറയും. PV അൻവർ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിലമ്പൂരിൽ ഒരു പൊതുയോഗം വിളിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമായി മാറുകയും ചെയ്യും. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി സർക്കാർ. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ADGPയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന DGPയുടെ കണ്ടെത്തൽ അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി പൂരം കലക്കലിൽ വിശദാന്വേഷണം നടത്തണമെന്നും ADGPക്കെതിരെ മറ്റൊരന്വേഷണം വേണമെന്നും നിർദ്ദേശിച്ചു. സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത് കുമാർ ഇടപെടാത്തതിൽ കടുത്ത വിമർശനമാണ് DGP ഉന്നയിച്ചത്. റിപ്പോർട്ട് 5 മാസം വൈകിയതിലുമുണ്ട് കുറ്റപ്പെടുത്തൽ. ADGPയുടെ റിപ്പോർട്ടിന്മേൽ DGP കവറിംഗ് ലെറ്ററായി വീഴ്ചകൾ എഴുതിയതോടെയാണ് പുതിയ അന്വേഷണത്തിലേക്ക് സർക്കാർ എത്തിയത്. CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ പ്രധാന കാരണമായി. എന്നാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന റിപ്പോർട്ടിൽ ശുപാർശയില്ല. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും പൂരം കലക്കലിൽ ഉണ്ടാവുക. ഇതു സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട്. അതിനിടെ ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും സ്വത്തുവിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പൊതുതാൽപര്യ ഹർജി നൽകി. ഹർജിയിൽ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തത്. തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. വഴയില, പേരൂർക്കട, ഊളംപാറ, കവടിയാർ, പ്ലാമൂട്, പട്ടം, ഗൗരീശപട്ടം, അമ്പലമുക്ക്, ശ്രീകാര്യം, ചെമ്പഴന്തി, കഴക്കൂട്ടം, കാട്ടായിക്കോണം, ആറ്റുകാൽ, വലിയതുറ, പൂന്തുറ, കരമന, പാപ്പനംകോട്, വെള്ളായണി, നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിലാണ് ഈ നിയന്ത്രണം. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി M. നാരായണ പറഞ്ഞു. പുഴയിൽ നിന്ന് കരയിലേക്ക് മാറ്റിയ ലോറിയിൽ നിന്ന് കൂടുതൽ അസ്ഥിഭാഗവും വസ്ത്രങ്ങളും കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് ലഭിച്ചത് അർജുന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിനായി അർജുന്റെയും സഹോദരൻ അഭിജിത്തിന്റെയും DNA സാമ്പിളുകൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. Already family members' DNA profiling is with us. Already postmortem of this body has to done. And today there is some more bones are left in the cabin, so we are retrieving it. It will be given to the doctors. Today evening they are doing the autopsy and they shape the entire the body. And we will send it today to the regional forensic laboratory to match the DNA. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കും. അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനെ കർണാടക പോലീസ് അനുഗമിക്കും. അതിനിടെ കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് പുഴയിൽ നിന്ന് ലോറി കരയിലേക്ക് മാറ്റി. ലോറിക്കുള്ളിൽ നിന്നും കൂടുതൽ അസ്ഥിഭാഗവും അർജുന്റെ വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഷർട്ടുണ്ട്, ബിരിയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ബിരിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ബാക്കിൽ അയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ തൂക്കിയിട്ടതായിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഇനിയുമുണ്ട് 2 മനുഷ്യർ, ലോകേഷും ജഗന്നാഥും. അവർക്കെന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിനും ഉത്തരം വേണം. ഷിരൂരിൽ നിന്നും ടീം 24. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴ അവസാനിക്കുന്നു.